എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ശ്രീരേഷ്മ. റാങ്കപ്പിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കൈകാര്യം ചെയ്യാൻ പോകുന്ന ടോപ്പിക് അഭിക്ഷമത എന്നതാണ്, ആപ്റ്റിറ്റ്യൂഡ്. ഓക്കെ, എന്താണ് അഭിക്ഷമത എന്ന് പറയുന്നത്? ഒരു പ്രവൃത്തി അല്ലെങ്കിൽ ഒരു തൊഴിൽ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ശക്തിയെ നമ്മൾ വിളിക്കുന്ന പേരാണ് അഭിക്ഷമത എന്ന് പറയുന്നത്. ഒരു പ്രവൃത്തി അല്ലെങ്കിൽ ഒരു തൊഴിൽ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ശക്തിയെ വിളിക്കുന്ന പേരാണ് അഭിക്ഷമത എന്ന് പറയുന്നത്. ഈ അഭിക്ഷമത പരിശോധിക്കാനായിട്ട് പ്രധാനമായും രണ്ട് തരത്തിലുള്ള ടെസ്റ്റുകളാണ് ഉള്ളത്. ഒന്നാമത്തെ ടെസ്റ്റിന്റെ പേരാണ് വിശേഷ അഭിക്ഷമത ശോധകം, സാറ്റ് എന്ന് പറയും, സ്പെസിഫൈഡ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. രണ്ടാമത്തെ ടെസ്റ്റിന്റെ പേരാണ് വിഭേദക അഭിക്ഷമത ശോധകം, ദാറ്റ് മീൻസ് ഡിഫറൻഷ്യൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, ഡാറ്റ് എന്നാണ് ഇതിനെ വിളിക്കുന്നത്. അഭിക്ഷമത എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു പ്രവൃത്തിയിൽ നമുക്ക് ഉള്ള ഒരു കഴിവിനെയാണ് അഭിക്ഷമത എന്ന് പറഞ്ഞത്. ഇപ്പൊ ഡാൻസ് ചെയ്യാനായിക്കോട്ടെ, പാട്ട് പാടാനായിക്കോട്ടെ, എഴുതാൻ, കഥ എഴുതാനോ കവിത എഴുതാനോ അല്ലെങ്കിൽ ചിത്രങ്ങൾ വരയ്ക്കാനോ ഇങ്ങനെയുള്ള ശേഷികളുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ് നമ്മുടെ അഭിക്ഷമത എന്ന് പറയുന്നത്. ഈ അഭിക്ഷമതയാണ് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നത്, വിശേഷ അഭിക്ഷമത എന്നും അതുപോലെ തന്നെ വിഭേദക അഭിക്ഷമത ശോധകം എന്നും. അഭിക്ഷമതയുടെ പരീക്ഷകളെ, ടെസ്റ്റിനെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാന്നാണ് പറയുന്നത്. അതിൽ ഒന്നാമത്തെ സാറ്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. അതിനെ വിളിക്കുന്ന പേരാണ് വിശേഷ അഭിക്ഷമത ശോധകം എന്ന് പറയുന്നത്. സാറ്റ് എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിക്ക് ഒരു പ്രവൃത്തിയിൽ എത്രത്തോളം കഴിവുണ്ടെന്ന് തെളിയിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ശോധകത്തെ വിളിക്കുന്ന പേരാണ് വിശേഷ അഭിക്ഷമത ശോധകം എന്ന് പറയുന്നത്. ഒന്നുകൂടെ പറയാൻ ശ്രദ്ധിക്കുക, ഒരു വ്യക്തിക്ക് ഒരു പ്രവൃത്തിയിൽ എത്രത്തോളം കഴിവുണ്ടെന്ന്, അതായത് ഇപ്പൊ എനിക്ക് നന്നായിട്ട് ഡാൻസ് ചെയ്യാനുള്ള ഒരു എബിലിറ്റി ഉണ്ടെങ്കിൽ അതിൽ എത്രത്തോളം എനിക്ക് ഡാൻസിങ്ങിനുള്ള ഒരു എബിലിറ്റി ഉണ്ട് എന്ന് നിർണയിക്കുന്നതിന് ഉപയോഗിക്കുന്ന ഒരു ടെസ്റ്റിനെ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? സാറ്റ് എന്ന് പറയുന്നത്, വിശേഷ അഭിക്ഷമത ശോധകം എന്ന് വിളിക്കുന്നത്. അതിനെ നമുക്ക് പല രീതിയിൽ ക്ലാസിഫൈ ചെയ്യാം. ഒന്നാമത്തത് മിനസോട്ട മാനുവൽ ടെക്സ്റ്റിലിറ്റി ടെസ്റ്റ്, രണ്ടെന്ന് പറഞ്ഞാൽ ഫിംഗർ ടെക്സ്റ്റിലിറ്റി, മൂന്ന് യാന്ത്രിക അഭിക്ഷമത ശോധകം, നാല് ക്ലറിക്കൽ അഭിക്ഷമത ശോധകം, അഞ്ച് സംഗീത അഭിക്ഷമത ശോധകം. ഒന്നാമത്തെ മിനസോട്ട മാനുവൽ ടെക്സ്റ്റിലിറ്റി എന്ന് പറയുന്നത് ദൃശ്യപരവും സ്ഥലപരവുമായിട്ടുള്ള കഴിവുകളുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു ശോധകത്തെ വിളിക്കുന്ന പേരാണ് മിനസോട്ട മാനുവൽ ടെക്സ്റ്റിലിറ്റി ടെസ്റ്റ് എന്ന് പറയുന്നത്. ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പൊ ചിതറിക്കിടക്കുന്ന കട്ടകൾ, ഇപ്പൊ കൊച്ചുകുട്ടികൾക്കൊക്കെ നമ്മൾ ഈ മാപ്പൊക്കെ പല രൂപങ്ങളായിട്ട് അതിനെ ചിന്ന ഭിന്നമായിട്ട് കിടക്കുന്ന പാർട്സിനെ നമ്മൾ ഉചിതമായ രീതിയിൽ ക്രോഡീകരിച്ച് വെക്കാനായിട്ട് കൊടുക്കത്തില്ലേ? അപ്പൊ അത്തരത്തിൽ ചിതറിക്കിടക്കുന്ന കട്ടകളെ നമ്മൾ ഒരുമിപ്പിച്ച് യോജിച്ച് വെക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളെ വിളിക്കുന്ന പേരാണ് മിനസോട്ട മാനുവൽ ടെക്സ്റ്റിലിറ്റി എന്ന് പറയുന്നത്. രണ്ട്, ഫിംഗർ ടെക്സ്റ്റിലിറ്റി, അതായത് നമ്മുടെ വിരലിന്റെ വേഗത എത്രത്തോളം ഉണ്ട് എന്ന് പരിശോധിക്കാനായിട്ട് ഉപയോഗിക്കുന്നതാണ് ഫിംഗർ ടെക്സ്റ്റിലിറ്റി ടെസ്റ്റ് എന്ന് പറയുന്നത്. ഉദാഹരണം പറയുകയാണെങ്കിൽ കമ്പ്യൂട്ടർ കീബോർഡ്, അതുപോലെ തന്നെ ടൈപ്പ് റൈറ്റിംഗ്, കീബോർഡിലും ടൈപ്പ് റൈറ്റിംഗ് ഒക്കെ ചെയ്യുന്ന ആളുകളുടെ വിരൽ വേഗതയാണ് നമ്മൾ അവിടെ പരിശോധിക്കുന്നത്. അപ്പൊ ഈ വിരലുകൾ ഉപയോഗിച്ചുകൊണ്ട് വേഗത്തിൽ കാര്യങ്ങൾ ചെയ്തു തീർക്കാനായിട്ട് കഴിയുന്ന ഒരു അവസ്ഥയാണ് ഫിംഗർ ടെക്സ്റ്റിലിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മൂന്ന് നോക്കിക്കേ, യാന്ത്രിക അഭിക്ഷമത ശോധകം. യാന്ത്രിക അഭിക്ഷമത ശോധകം എന്ന് പറയുന്നത് യന്ത്രങ്ങളുടെ വേഗത, കൃത്യത എത്രത്തോളം ഉണ്ടെന്ന് പരിശോധിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ശോധകമാണ് യാന്ത്രിക അഭിക്ഷമത ശോധകം. യന്ത്രങ്ങളുടെ വേഗത അതുപോലെ തന്നെ കൃത്യത എന്നിവ നോക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് എന്തെന്ന് പറയുന്നത്? യാന്ത്രിക അഭിക്ഷമത എന്ന് പറയുന്നത്. ദെൻ ക്ലറിക്കൽ അഭിക്ഷമത ശോധകം എന്ന് പറയുന്നത് നമ്മളിലെ സൂക്ഷ്മത, കൃത്യത എന്നിവ എത്രത്തോളം ഉണ്ടെന്ന് പരിശോധിക്കുന്നതാണ്. നമ്മളില് സൂക്ഷ്മത അതുപോലെ തന്നെ കൃത്യത, സൂക്ഷ്മതയും കൃത്യതയും എത്രത്തോളം ഉണ്ടെന്ന് പരിശോധിക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് ക്ലറിക്കൽ അഭിക്ഷമത ശോധകം എന്ന് പറയുന്നത്. ലാസ്റ്റ് ആണ് നോക്കിക്കേ, സംഗീത അഭിക്ഷമത ശോധകം. സംഗീതത്തില് നമ്മുടെ സ്വരം, താളം, ശ്രുതി എന്നിവയുടെ ആ ഒരു ലെവൽ എത്രത്തോളം ഉണ്ടെന്ന്, സംഗീതത്തില് നമ്മുടെ ആ കഴിവ്, സംഗീതത്തിലുള്ള കഴിവില് നമുക്കതിൽ എത്രത്തോളം താളാത്മകമാണ്, ശ്രുതിയുണ്ട്, സ്വരങ്ങളുണ്ട് എന്നിങ്ങനെ പരിശോധിക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ശോധകമാണ് സംഗീത അഭിക്ഷമത ശോധകം എന്ന് പറയുന്നത്. അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത് ഡാറ്റിനെ പറ്റിയാണ്. ഡിഫറൻഷ്യൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് അല്ലെങ്കിൽ വിഭേദക അഭിക്ഷമത ശോധകമാണ് നമ്മൾ നോക്കുന്നത്. ഈ ശോധകം പ്രധാനമായിട്ട് കൈകാര്യം ചെയ്യുന്ന മേഖലകൾ എന്ന് പറയുന്നത് സംഖ്യാപരമായിട്ടുള്ള കഴിവുകളെ പറ്റിയാണ്. സംഖ്യാപരമായിട്ടുള്ള കഴിവുകള്, ഭാഷാപരമായിട്ടുള്ള പ്രയോഗങ്ങള്, സ്ഥലപരിമിതി ബന്ധങ്ങള്, അക്ഷരങ്ങളുടെ കൃത്യത, ക്ലറിക്കൽ വേഗതയും കൃത്യതയും, യുക്തിചിന്തനവും,
ഇത്തരമായിട്ടുള്ള കഴിവുകൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വിഷയങ്ങളെ പ്രതിപാദിക്കുന്ന ഒരു ശോധകം ഏതെന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരമാണ് വിവേചക അഭിക്ഷമത ശോധകം. ഒന്നുകൂടെ ശ്രദ്ധിക്കുക, വിവേചക അഭിക്ഷമത ശോധകം കൈകാര്യം ചെയ്യുന്ന മേഖലകള് ഭാഷാപരമായിട്ടുള്ള യുക്തിചിന്തനം, ഭാഷയുടെ പ്രയോഗം, അക്ഷരങ്ങളുടെ കൃത്യത, ക്ലറിക്കൽ വേഗതകള്, സൂക്ഷ്മതകള് മുതലായ മേഖലകള്, സംഖ്യാപരമായിട്ടുള്ള കഴിവുകളെ എന്നിവയെ പറ്റി ഡിസ്കസ് ചെയ്യുന്ന ശോധകമാണ് വിവേചക അഭിക്ഷമത ശോധകം എന്ന് പറയുന്നത്. എന്തിനൊക്കെ വേണ്ടിയാണ് നമ്മൾ പ്രധാനമായിട്ടും അഭിക്ഷമത ഉപയോഗിക്കുന്നത്? അഭിക്ഷമത കൊണ്ടുള്ള ഉപയോഗം എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ പ്രധാനമായിട്ടും നമുക്ക് അതിൽ എടുത്തു പറയാൻ കഴിയുന്നത് ഓരോ വ്യക്തിക്കും കൃത്യമായ രീതിയിലുള്ള ഗൈഡൻസ് കൊടുക്കാനായിട്ട് സാധിക്കുന്നു. മാർഗനിർദ്ദേശവും വിദഗ്ധമായിട്ടുള്ള ഉപദേശങ്ങളും വ്യക്തികൾക്ക് അഭിക്ഷമത വഴി കിട്ടാൻ സഹായിക്കുന്നുണ്ട്. രണ്ടാമത്തെ ഏറ്റവും വലിയ അഭിക്ഷമതയുടെ ഉപയോഗം എന്ന് പറയുന്നത് ഓരോ വ്യക്തികൾക്കും കൃത്യമായിട്ടുള്ള ജോലികൾ തിരഞ്ഞെടുക്കാനായിട്ട് അഭിക്ഷമത സഹായിക്കുന്നുണ്ട്. 3, അഭിക്ഷമത വഴി ഓരോ വ്യക്തികൾക്കും അവർക്ക് അനുയോജ്യമായിട്ടുള്ള കോഴ്സുകൾ ഏതാണെന്ന് കണ്ടെത്തി തിരഞ്ഞെടുക്കാനായിട്ട് അഭിക്ഷമത സഹായിക്കുന്നുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ അഭിക്ഷമതയുമായി ബന്ധപ്പെട്ട് വരുന്ന പ്രധാന മേഖലകൾ എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അഭിക്ഷമത എന്ന ഏരിയ മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അഭിക്ഷമതയുടെ പ്രധാനമായിട്ടുള്ള പരീക്ഷകളും മറ്റുമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഇത് വളരെ വളരെ വേണ്ടപ്പെട്ടുള്ള ഒരു മേഖലയാണ്. നിങ്ങളത് ഇമ്പോർട്ടന്റ് കൊടുത്ത് തന്നെ പഠിച്ചു പോവുക. എല്ലാവർക്കും ക്ലാസ്സുകൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ക്ലാസ്സുകൾ മാക്സിമം നിങ്ങൾ പ്രയോജനപ്പെടുത്താനായിട്ടും ശ്രമിക്കുക. എനിവേ, താങ്ക് യു.